നമ്മൾ യൂക്ലിക്കിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയപ്പോൾ വെള്ളത്തിലോട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു കാർ. പിന്നെ ഒന്നും നോക്കിയില്ല, അതിങ്ങ് വാങ്ങി. ഇതാണ് ആംബിബോസ് കാർ. Ambibos car. One car with two kind of wheels makes more fun. 8 വയസ്സിന് മുകളിൽ. ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു റോബോട്ട് ടൈപ്പ് എന്തൊക്കെയോ ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന വണ്ടി പോലെ ഉണ്ട്. പക്ഷെങ്കിൽ റിമോട്ട് കൺട്രോളാണ്. വണ്ടീൻ്റെ ഫോട്ടോയും കാര്യങ്ങളും മൊബൈൽ കൊടുത്തിട്ടുണ്ട്. 4 വീൽ ഡ്രൈവ്, മൾട്ടിപ്ലേയേഴ്സ്, ഹൈ കപ്പാസിറ്റി ബാറ്ററി, 10 ഡ്രൈവിംഗ്. ബാക്കിൽ റിമോട്ടിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഓട്ടോ ഡെമോ, ലെഫ്റ്റ് മൂവ്, ലെഫ്റ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ, മൂവ് ലെഫ്റ്റ് സ്ട്രേറ്റ്, ഓൺ ഓഫ്. ഇതെല്ലാം നമുക്ക് വണ്ടി ഓൺ ആക്കിയിട്ട് നോക്കാം. മെയ്ഡ് ഇൻ ചൈന. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. വേറെ ബ്രാൻഡിന്റെ പേരും പരിപാടികളൊന്നും കാണുന്നില്ല. ആംബിബോസ് RC കാർ, 8 വയസ്സിന് മുകളിൽ മാത്രം. എവിടെയോ ഞാൻ ഓൾറെഡി തുറന്നു വെച്ചിട്ടുണ്ട്. ഇവിടെ ഓക്കെ. യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. ടയർ എങ്ങനെ ഊരി മാറ്റണം, അതുപോലെ അതായത് നമ്മൾ ഈ RC കാർ വെള്ളത്തിലോട്ട് പോകും, അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ടയറും പരിപാടികളും ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, അതുപോലെ ഏതൊക്കെ ഡയറക്ഷനിൽ വണ്ടി പോകാൻ പറ്റും എന്നുള്ള ഫുൾ യൂസർ മാനുവലിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ ബാറ്ററി ചാർജിങ്, ഊരാനുള്ള സാധനങ്ങൾ, ഇങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആംബിബോസ് RC മിനിസ് 10 ടയേഴ്സ് ഇൻസ്റ്റാൾ ഗൈഡ്. ഒന്നുമില്ല, നമ്മളെ ടയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഒരു ഗൈഡും കൊടുത്തിട്ടുണ്ട്. നമ്മളെ ടയർ ഇടാനുള്ള സ്ക്രൂവും പിന്നെ സ്ക്രൂ ഡ്രൈവറും പരിപാടികളും ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. വണ്ടിയുടെ ഉള്ളിലിടാനുള്ള ബാറ്ററി കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു ബാറ്ററിയാണ്, എത്ര സമയം ചാർജ് വെക്കുമെന്ന് എനിക്കറിയില്ല, നമുക്ക് ഓടിച്ചു നോക്കിയിട്ട് പറയാം. ബോക്സിൻ്റെ അകത്ത് വണ്ടിയിലിടാനുള്ള ബാറ്ററി, പിന്നെ ഒരു ചാർജർ. ഗൈസ്, ഈ ഒരു കാർ നമുക്ക് വെള്ളത്തിലോട്ട് ഓടിക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു 4 ടയറും പെട്ടിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ബാറ്ററി, ചാർജർ, പിന്നെ സ്ക്രൂ ഡ്രൈവർ, സ്ക്രൂ, ഇങ്ങനത്തെ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മാറ്റിയേക്കുക. ഇങ്ങനെയാണ് നമ്മളെ വണ്ടി വന്നില്ല. പാക്കിംഗ് എല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ചെറിയ വണ്ടി കേട്ടോ. ഞാൻ വിചാരിച്ച ആ ബോക്സിൻ്റെ ഒരു ഇത്രയും സൈസ് ഉണ്ടാകുന്ന വിചാരിച്ച്. ചെറിയ വണ്ടി, റിമോട്ടിൻ്റെ ഉള്ളിൽ തന്നെ വണ്ടിയും പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വണ്ടി വെച്ചിട്ടുള്ള കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. റിമോട്ടിൻ്റെ ഉള്ളിൽ തന്നെ, റിമോട്ടിൻ്റെ അകത്ത് 2 ജോയ്സ്റ്റിക്കും പിന്നെ കുറേ ബട്ടൺസ് എല്ലാം കാണുന്നുണ്ട്. നമുക്ക് ഇനി ഇത് ഞെക്കി കഴിഞ്ഞാൽ ഈ ഒരു കവർ വരിയിട്ട് നമുക്ക് വണ്ടി പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഹെഡ് വന്നില്ല. ഇത്രയേ ഉള്ളൂ. ഇതാണ് ആംബിബോസ് കാർ. കാണാൻ ഒരു കുഞ്ഞ് റോബോട്ടിനെ പോലെയല്ലോ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് ഉണ്ട് വണ്ടിക്ക്. പിന്നെ മുകളിൽ 24 എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊന്നും സംഭവം അറിയില്ല. സൈഡിൽ പവർ എന്നെല്ലാം പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മളെ പവർ ബട്ടണെല്ലാം നല്ല വാട്ടർ പ്രൂഫിങ്ങിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു വണ്ടി വാട്ടറിൽ പോകാനുള്ളതായതുകൊണ്ട് നമ്മളെ പവർ ബട്ടണും കാര്യങ്ങളും വാട്ടർ പ്രൂഫിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കേസ് ജസ്റ്റ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുക. ഉള്ളിൽ 2 ലിവർ ഉണ്ട്. ഈ ലിവറാണ് നമ്മളെ ഈ ബാറ്ററി ഇടാനുള്ള കേജിനെ പിടിച്ചു വരുത്തുന്നത്. ഈ ലിവർ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടൊന്ന് ജസ്റ്റ് നീക്കി കഴിഞ്ഞാൽ നമുക്കിത് ഡയറക്റ്റ് തുറക്കാം. ഇത്രയേ ഉള്ളൂ. തുറക്കുക, നമ്മളെ ബാറ്ററി എടുക്കുക, ഇതിൽ പ്ലഗ് ഇൻ ചെയ്യുക. വണ്ടി ഓൾറെഡി ഓണാന്ന് തോന്നുന്നുണ്ട്. ഈ ബാറ്ററി ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സ്ഥലം ഇല്ലാത്ത പോലെ ഉണ്ട് കാണുമ്പോൾ. സോ നമുക്കിത് ഇങ്ങനെ ബാറ്ററി ഒരു തരത്തിൽ ഉന്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ 2 ക്ലിപ്പ് ഇടുക. ടൈറ്റൊന്നും ആക്കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എയർ ടൈറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ബാറ്ററി ഇടുന്നുണ്ട്. സ്ക്രൂ വെച്ച് ടൈറ്റ് ആക്കണമെന്ന് അറിയില്ല. സ്ക്രൂ വെച്ച് ഒന്ന് ടൈറ്റ് ആക്കാം നമ്മളൊരു സമാധാനത്തിന്. സ്ക്രൂ വെച്ച് നമ്മൾ ടോപ്പ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഫോർ എ സേഫ്റ്റി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മളെ കേസ് തിരിച്ചിടുക. ഇതിൽ ഏതാ വണ്ടീൻ്റെ മുമ്പാകം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതാണ് മുമ്പാകും. വണ്ടിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആവും. നമ്മളെ റിമോട്ടിൻ്റെ അകത്ത് ഈ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ കാർ ഓൺ ആവും. ഇതാണ് ഫ്രണ്ട്. ഈ ഒരു ഭാഗം ഫ്രണ്ട് തോന്നുന്നു. ഇതാണ് ഫ്രണ്ട്. ഞാൻ വിചാരിച്ചു ഈ സൈഡാണ് ഫ്രണ്ട് എന്ന്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് ഭാഗം വരുന്നത് കേട്ടോ. ഇത് വണ്ടി മുമ്പോട്ട് വെക്കി കഴിഞ്ഞാൽ മുമ്പോട്ട് പോകും, ബാക്കൗട്ട് വയ്ക്കുക ബാക്കൗട്ട് പോകും. ലെഫ്റ്റിലേക്ക് വെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങുക ചെയ്യുക വണ്ടി. മറ്റേ നമ്മളെ സ്റ്റിയറിങ്ങും പരിപാടികളൊന്നുമില്ല. 4 ടയർ സ്പ്ലിറ്റ് ആയിട്ട് 2 ഡയറക്ഷനിലേക്ക് കറങ്ങുമ്പോൾ വണ്ടി റൊട്ടേറ്റ് ചെയ്യും. ഭയങ്കര സ്പീഡ് കേട്ടോ. അലാക്കിൻ്റെ സ്പീഡ്. റിമോട്ട് തൊടുമ്പോൾ വണ്ടി അലാക്കിൻ്റെ പുക പോകുന്നു. ഇതിൻ്റെ അകത്ത് നമ്മളെ മറ്റേ ക്രാബ് ബാഗ് പോലത്തെ പരിപാടികളുണ്ട്. ഇതന്നെ നമുക്ക് ഈ നിർത്തിയെടുക്കുന്ന ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കെല്ലാം കൊണ്ടുപോകാൻ പറ്റും അല്ലേ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചെറുങ്ങനെ വളയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ വളയുന്നത്.
അപ്പോൾ ഇത് നിലത്തുനിന്ന് ഓടിക്കാൻ നമ്മളെ ടോയ് കാർ, നമ്മളെ നോർമലി കിട്ടുന്ന ടോയ് കാർസൊക്കെ പോലെ തന്നെ ഉണ്ട്. ചില കാർസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, നമുക്കിങ്ങനെ ചുമ്മാ ഓടിച്ച് കളിക്കാം. നമുക്ക് പിള്ളേർക്കെല്ലാം വാങ്ങിക്കൊടുക്കാൻ പറ്റിയ വണ്ടി കേട്ടോ. പിള്ളേർ ഇപ്പം വെള്ളത്തിൽ മുക്കി അലക്കുക ആണെങ്കിലും വണ്ടിക്കൊന്നും പറ്റില്ല. നമുക്കിനി ഇത് വെള്ളത്തിലോട്ട് ഓടിച്ച് നോക്കാം, എന്നിട്ട് വേണം ഇതിൻ്റെ പെർഫെക്റ്റ് വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ റിമോട്ടിൻ്റെ അകത്ത് അത്രയും സെറ്റപ്പ് വന്നിട്ടുണ്ട്. നമ്മളെ വണ്ടി ലെഫ്റ്റിലേക്ക് അതുപോലെ റൈറ്റിലേക്കും നമ്മളെ ഈ ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ പോകും വണ്ടി. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഓട്ടോ മോഡ് ഉണ്ട്. ഓട്ടോ മോഡ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി താനേ നീങ്ങും. ഡിസ്ക്ലൈമർ, ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഒരിക്കലും ഈ വണ്ടി ഓടിക്കാൻ പാടില്ല. ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഓടിക്കുന്നുണ്ടെങ്കിലും ഈ ഓട്ടോ മോഡ് ടേബിളിൻ്റെ മുകളിൽ നിന്ന് തൊട്ടാൻ പാടില്ല. കാരണം വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അതിന് തന്നെ ഒരു പിടുത്തമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി വെള്ളത്തിൽ നിന്ന് ഓടിച്ച് നോക്കാം. നമുക്ക് ഈ ഒരു ബക്കറ്റിലെല്ലാം ഇട്ട് ഓടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീൽ കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും പുഴയിലോ കടലിലോ അങ്ങനെ ചെറിയ ഏതെങ്കിലും വെള്ളമുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഓടിച്ച് നോക്കാം. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. വണ്ടി വെള്ളത്തിലോട്ടൊക്കെ ഓടിച്ച് നോക്കി, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാറ് വാങ്ങാനുള്ള ലിങ്കും പരിപാടികളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ ഈ ഒരു വണ്ടി നമുക്ക് വെള്ളത്തിലൂട്ടി ഓടിക്കാം, അതുപോലെ നിലത്തൂട്ടി ഓടിക്കാം. 2 പർപ്പസുള്ള വണ്ടിയാണ്. അപ്പോൾ അടുത്ത ഏത് RC കാർ റിവ്യൂ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ബൈ.